പുനലൂർ നഗരസഭയുടെ 2024-2025 വാർഷിക പദ്ധതിയിൽ മരാമത്ത് വിഭാഗത്തിൽ മാത്രമായി കോടിക്കണക്കിന് രൂപ പാഴാക്കിയെന്നാരോപിച്ചുകൊണ്ട് കൗൺസിൽ യോഗത്തിൽ UDFന്റെ പ്രതിഷേധം. ശനിയാഴ്ച കൗൺസിൽ യോഗത്തിൽ കഴിഞ്ഞ വാർഷിക പദ്ധതിയുടെ നിർമ്മാണം സംബന്ധിച്ച റിപ്പോർട്ട് മേശപ്പുറത്ത് വയ്ക്കണമെന്ന് UDF ആവശ്യമുന്നയിച്ചു. തുടർന്ന് കൗൺസിൽ യോഗം കഴിഞ്ഞ വർഷത്തെ വാർഷിക പദ്ധതികളുടെ നിർമ്മാണം സംബന്ധിച്ച് വിശദമായി ചർച്ചകൾ നടത്തി. പദ്ധതികൾ സംബന്ധിച്ച റിപ്പോർട്ട് കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ചപ്പോൾ മരാമത്ത് പണികൾക്കായി അസിസ്റ്റന്റ് എഞ്ചിനീയർ നിർവഹണ ഉദ്യോഗസ്ഥരായിട്ടുള്ള 258 പ്രോജക്റ്റുകളിലായി 13,80,00,000 രൂപയുടെ പദ്ധതികൾ വെച്ചിരുന്നെങ്കിലും അതിൽ വെറും 4,14,00,000 രൂപയുടെ നിർവഹണം മാത്രമാണ് നടത്തിയിട്ടുള്ളതെന്നും ബാക്കി തുക മുഴുവൻ ചെലവഴിക്കാതെ പാഴായി പോയതായും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കൗൺസിൽ യോഗത്തെ അറിയിച്ചു. എന്നാൽ പുനലൂർ പട്ടണത്തിലെ വിവിധ റോഡുകളിൽ റീടാറിംഗ്, റീകോൺക്രീറ്റ് ഉൾപ്പെടെയുള്ള പുനരുദ്ധാരണത്തിനും മറ്റുമായി ഉണ്ടായിരുന്ന 9.6 കോടി രൂപ ചെലവാക്കാതെ പാഴാക്കി കളഞ്ഞ ആളുകളുടെ പേരിൽ നടപടി സ്വീകരിക്കണമെന്ന് UDF പാർലമെന്ററി പാർട്ടി ലീഡർ G. ജയപ്രകാശ് ആവശ്യപ്പെട്ടു. പുനലൂർ നഗരസഭയിൽ കഴിഞ്ഞ 5 വർഷം പോലെ നടന്നതുപോലെയാണ് ഈ വർഷവും. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പദ്ധതി ചിലവുകൾ സംബന്ധിച്ച് നഗരസഭയുടെ പട്ടണ പ്രദേശങ്ങളിലെ ഇട റോഡുകളെല്ലാം തകർന്നടിഞ്ഞു കിടക്കുകയാണ്. നഗരസഭ വലിയ പ്രഖ്യാപനങ്ങൾ വാർഷിക പദ്ധതിയിലൊക്കെ തുകയൊക്കെ വകയിരുത്തിയിരുന്നു. എന്നാൽ അതില് 13,08,04,561 രൂപ പദ്ധതികൾക്ക് വേണ്ടി, റോഡുകളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി വെച്ചിരുന്ന തുകയിൽ വെറും 4,01,33,723 രൂപ മാത്രമാണ് ചെലവാക്കിയിട്ടുള്ളത്. അതായത് ആകെ 31% തുക മാത്രമാണ് ഒരു വർഷം പുനലൂർ നഗരസഭയിൽ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി ചെലവാക്കിയത്. ബാക്കിയുള്ള 9 കോടിയിൽ പരം രൂപ പാഴാക്കി കളഞ്ഞിട്ട് വിദ്വാന്മാരിരിക്കുക കൗൺസിൽ യോഗത്തിൽ. ഈ കണക്കുകളൊക്കെ പറയുമ്പം അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറയുന്ന പോലെ ചില മറുപടികൾ പറയുക. ഏതെങ്കിലും ഒരു റോഡ് വാർഡുകളിലെ, നഗരസഭയിലെ ഏതെങ്കിലും ഒരു വാർഡുകളിലെ എല്ലാ റോഡുകളും ശരിയാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം അതിനുവേണ്ടി പണം അനുവദിച്ചിട്ടുണ്ട്. നഗരസഭയിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അവർ ജോലി ചെയ്തില്ല. നഗരസഭയുടെ ചെയർപേഴ്സൺ പറയാം, ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, അവരുടെ പേരിൽ നടപടി സ്വീകരിക്കും. എന്ത് നടപടി സ്വീകരിക്കും? ആരുടെ പേരിൽ നടപടി സ്വീകരിക്കും? ഈ പട്ടണത്തിൽ ഇവർക്ക് വേണ്ടി എല്ലാ വർഷങ്ങളിലും പോയി വോട്ട് ചെയ്യുന്ന ആളുകളോടൊരു മര്യാദ ഇവർ കാണിച്ചിട്ടുണ്ട്. പട്ടണത്തെ മുഴുവൻ റോഡുകളും, ഒരു റോഡ് പോലും നല്ലതായിട്ടുള്ള ഇല്ലാത്ത അവസ്ഥയും, ആളുകൾക്ക് നടന്നു പോകാൻ പോലും വയ്യ. ചില റോഡുകളൊക്കെ മെയിൻ്റനൻസിന് വേണ്ടി പൊളിച്ചിട്ടിട്ട് വർഷങ്ങളായി, അത് ഇതുവരെ അറ്റകുറ്റപ്പണി ചെയ്യുന്നില്ല. സ്ഥിതി നോക്കുമ്പോൾ പണമില്ല എന്നാ പറയുന്നത്. ഇപ്പൊ ഈ വർഷം, ഈ കഴിഞ്ഞ മാർച്ച് 31 അവസാനിച്ച വർഷം തന്നെ 9 കോടിയിൽ പരം രൂപ ആർക്കും ചെലവഴിക്കാനില്ലാതെ തിരിച്ച് സർക്കാരിലേക്ക് പോയി. ആരോടാ ചോദിക്കണ്ടേ? ആരാണ് മറുപടി പറയേണ്ടത്? ഭരണസമിതിപ്പെട്ട ആളുകൾ, ചില ആളുകളൊക്കെ എഴുന്നേറ്റ് ഇന്ന് ഈ വാലിന് തീ പിടിച്ച പോലെ വെപ്രാളം കാണിക്കുക. ഞങ്ങൾ ഇത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയാണെങ്കിൽ അവരുടെ പേരിൽ നടപടിയെടുക്കണം. അത് തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഭരണസമിതിക്ക് പ്രാപ്തി ഇല്ലാത്തതുകൊണ്ട് ഉദ്യോഗസ്ഥരുടെ പേരിൽ നടപടി എടുക്കാൻ പോലുള്ള ധൈര്യമില്ല. ഉദ്യോഗസ്ഥരാണ് ഇവിടെ നിയന്ത്രിക്കുന്നത്. ചെയർപേഴ്സണൊക്കെ കസേര വെറുതെ ഇരിക്കുന്നുള്ളൂ. ചില ഉദ്യോഗസ്ഥകളാണ് ഇവരെ നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അവരുടെ പേരിൽ നടപടി എടുക്കാൻ ഇവർക്ക് ധൈര്യമില്ല, ആർജവമില്ല. അതുകൊണ്ട് പട്ടണത്തിലുള്ള ജനങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ് റോഡിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. 31% തുക മാത്രം ചെലവഴിച്ച പുനലൂർ നഗരസഭയിലെ വിദ്വാന്മാർ ഭരണം നടത്തുകയാണ്, വികസനത്തിന്റെ ചാമ്പ്യന്മാരാണെന്ന് പറയുമ്പോൾ അത് അങ്ങനല്ല എന്ന് പറയാനുള്ള സാമാന്യ മര്യാദ പൊതുജനങ്ങൾ കാണിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. പുനലൂർ നഗരസഭയിലെ കഴിഞ്ഞ വർഷത്തെ വാർഷിക പദ്ധതി, അതിൻ്റെ നിർവഹണവുമായി ബന്ധപ്പെട്ട് വലിയ അലംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത്. കഴിഞ്ഞ 4 വർഷക്കാലമായി വിവിധ വാർഡുകളിൽ സ്ട്രീറ്റ് ലൈൻ എക്സ്റ്റൻഷനുമായി ബന്ധപ്പെട്ട് നിരവധി ആവശ്യങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നു വരികയുണ്ടായി. എന്നാൽ ഈ കഴിഞ്ഞ 2 വർഷക്കാലം അതിൻ്റെ പ്രോജക്റ്റ് വെക്കുകയും ആ പ്രോജക്റ്റുകൾ കൊടുക്കാൻ ഡ്രോപ്പ് ചെയ്ത് അത് ഒഴിവാക്കപ്പെടുകയുണ്ടായ സാഹചര്യം. ഈ വർഷത്തെ പദ്ധതിയിൽ പോലും അത്തരത്തിലുള്ള ജനകീയമായ, ജനോപകാരപ്രദമായ പദ്ധതികൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ ഉൾക്കൊള്ളിക്കുവാൻ, അതിനെപ്പറ്റി ആലോചിക്കുവാൻ പോലും നഗരസഭാ ഭരണ നേതൃത്വം തയ്യാറാകുന്നില്ല. ഇതിനോടൊക്കെ ഞങ്ങൾക്ക് വലിയ വിയോജിപ്പുണ്ട്. ബഹുജനങ്ങളുടെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ, കുടിവെള്ളം, വൈദ്യുതി, റോഡുകൾ, ഇത്തരം കാര്യങ്ങൾക്ക് ഗവൺമെന്റിൽ നിന്നും, കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും, സംസ്ഥാന ഗവൺമെന്റിൽ നിന്നും ലഭ്യമാകുന്ന തുച്ഛമായ പണം പോലും നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്കാണ് പുനലൂർ നഗരസഭയിലെ ഭരണാധികാരികളുടെ പോക്ക്. ഇതിനെതിരെ ഈ പറഞ്ഞതുപോലെ പുനലൂരിലെ ജനങ്ങളുടെ പ്രതികരണം ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാറുള്ളത്.
വാർഷിക പദ്ധതി ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി അംഗീകാരം നൽകിയ ശേഷം 9 മാസം പിന്നിട്ട ശേഷവും സമയബന്ധിതമായി ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുകയോ നിർമ്മാണം നടത്തുകയോ ചെയ്യാതെയിരിക്കുന്നത് പല അവസരങ്ങളിലും തങ്ങൾ ചൂണ്ടിക്കാണിച്ചെങ്കിലും ഭരണസമിതി ആ കാര്യങ്ങളെ അവഗണിക്കുക മാത്രമാണ് ചെയ്തതെന്നും അതിനാലാണ് പുനലൂർ പട്ടണത്തിൽ മരാമത്ത് പണികൾക്ക് അനുവദിച്ച തുകയിൽ വെറും 31% മാത്രം ചെലവഴിക്കേണ്ട സ്ഥിതി വന്നതെന്നും ഭരണസമിതിയുടെ പ്രാപ്തിയില്ലായ്മയും കെടുകാര്യസ്ഥതയുമാണ് ഈ അവസ്ഥയിൽ എത്തിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പിന്തുണയുമായി എൻ സുന്ദരേശൻ, സാബു അലക്സ് എന്നിവർ ഇടപെട്ടതോടെ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായി. ഭരണപക്ഷത്തു നിന്നും മറുപടി നൽകിയ ഡി ദിനേശൻ മരാമത്ത് പണികളിൽ കുഴപ്പം സംഭവിച്ചുവെങ്കിലും നഗരസഭയുടെ മൊത്തത്തിലുള്ള പദ്ധതി നിർവഹണം 60% പിന്നിട്ട കാര്യം ചൂണ്ടിക്കാട്ടി. എന്നാൽ ഭരണപക്ഷത്തു നിന്നും വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നിരവധി കൗൺസിലർമാരും വീഴ്ച വരുത്തിയ ജീവനക്കാരുടെ പേരിൽ നടപടിയാണ് ഉണ്ടാകേണ്ടതെന്നും ആവശ്യപ്പെട്ടു. യോഗത്തിൽ മറുപടി പറഞ്ഞ നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത മരാമത്ത് വിഭാഗത്തിൽ 69% തുക പാഴാക്കിയത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ വീഴ്ചയാണെന്നും പുനലൂർ പട്ടണത്തിന് ഇത്രത്തോളം ദ്രോഹം വരുത്തിവെച്ച ഈ ജീവനക്കാരുടെ പേരിൽ നടപടി സ്വീകരിക്കുന്ന വിഷയം പ്രത്യേക അജണ്ടയെ അടുത്ത കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ച് നടപടികൾ സംബന്ധിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാമെന്നും കൗൺസിലിനെ അറിയിച്ചതോടെയാണ് പ്രതിപക്ഷ പ്രതിഷേധം അവസാനിച്ചത്. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.